കുറെ നാൾ കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിനോട് താൽപര്യം, ഒറ്റക്കിരിക്കാനുള്ള താൽപര്യം ദിവസങ്ങളോളം ഹിറാ പർവതത്തിന്റെ മുകളിൽ അതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നിരിക്കുകയാ. ജിബ്രീൽ വരാ സമയമായി ആ പർവതത്തിന്റെ മുകളിൽ ചെന്നിരിക്കുകയാണ്. അവിടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവേ 52-53 വയസ്സ് പ്രായമായ ഖദീജ, ശരീരത്തിന് ക്ഷീണമുള്ള ഖദീജ, റോഡ് മാർഗം പോയാൽ 5 കിലോമീറ്ററുള്ള മലം തെരുവുകൾക്കിടയിലൂടെ നടന്നു പോയാ 3.5 കിലോമീറ്റർ വരുന്ന ഹിറാ പർവ്വതം, അല്ലാഹുവേ അവര് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 3 മൈലോളം ദൂരമുള്ള ഹിറാ പർവ്വതം സമുദ്രനിരപ്പിൽ നിന്ന് 1600 അടി ഉയരത്തിൽ നിൽക്കുന്ന ഹിറാ പർവ്വതത്തിന്റെ മുകളില് 52 വയസ്സ് കഴിഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹാ എന്റെ മുത്ത് റസൂലിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ട് പെങ്ങളെ. എന്റെ മുത്തു ഹബീബിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ട് മോളെ. 1 or 2 സമയത്ത് പോകുമായിരുന്നു അത്രേ. ഒരു പ്രാവശ്യം പോയിട്ടിറങ്ങി വന്ന് വീണ്ടും വൈകുന്നേരമാകുമ്പോ അത്രയും ദൂരം നടന്നിട്ട് വീണ്ടും ഭക്ഷണം കൊണ്ടുപോകുമായിരുന്നു അത്രേ. എന്റെ പെങ്ങളെ, ഇന്ന് നിങ്ങൾ മക്കത്ത് പോയാൽ 20-25 വയസ്സായ ചെറുപ്പക്കാർക്ക് പോലും ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല. അതിനവര് അലസന്മാരാണ്, അവര് മടി വിചാരിക്കുന്നവരാണ്. അന്ന് ഇന്നത്തെ സൗകര്യങ്ങളില്ലാത്ത കാലമാണ്, ഇന്നത്തെ സംവിധാനങ്ങളില്ലാത്ത കാലമാണ്. ആ പർവ്വതത്തിന്റെ ആ ഗിരിനിരകൾക്ക് മുകളിലേക്ക് പ്രിയപ്പെട്ട ഖദീജ തന്റെ പൊന്നാര ഹബീബിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് 1-2 സമയത്ത് കയറി പോകുമായിരുന്നു. അല്ലാഹുവേ, ആ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അത്രക്ക് സ്നേഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഓടി വരുന്നു ഹബീബ്. ഖദീജ ബീവിയെ വിളിക്കുകയാ, വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാ. സമ്മിലൂനി ഖദീജ, സമ്മിലൂനി, ഒന്ന് പുതപ്പിട്ടു മൂടുമോ എന്റെ പ്രിയപ്പെട്ട മാണിക്കോട്ട ചെറുപ്പക്കാരാ. ഒരു സമ്മിലൂനി എന്ന പാട്ടിറങ്ങിയപ്പോൾ, ആ പാട്ട് വൈറലായപ്പോൾ, ആ പാട്ട് കേൾക്കാനും ആ പാട്ട് ഇഷ്ടപ്പെടാനും നീ മനസ്സ് വെക്കുമ്പോ മോനെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ സമ്മിലൂനിയിലൂടെ സംഭവിച്ചതെന്തെന്നറിയോ? ജിബ്രീലിനെ കണ്ട് ഭയം നിറച്ച് ആദ്യമായി ജിബ്രീലിനെ കണ്ണുകൊണ്ട് കാണുകയാണ്. 1000 വർണ്ണ ചിറകുകളുള്ള ഒരു കണ്ണുകൊണ്ട് കണ്ടു തീർക്കാൻ കഴിയാത്ത അത്ഭുതമേ ജിബ്രീൽ. ഒരു കണ്ണുകൊണ്ട് നേരെ നോക്കി തീർക്കാൻ പറ്റാത്ത മഹാത്ഭുതമേ ജിബ്രീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ആദ്യമായി കണ്ണുകൊണ്ട് കണ്ടപ്പോ അല്ലാഹുവേ ഭയം നിറച്ചിട്ട് ഓടിയതാണ്. സമ്മിലൂനി, ഒന്ന് പുതപ്പിട്ട് ഓടുവോ ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പുതപ്പിട്ട് മൂടിക്കൊടുക്കുകയാണ്. മാണിക്കോത്ത പെങ്ങളെ, ഇതൊരു പുതപ്പ് നിന്റെ കയ്യിൽ അല്ലാഹു തന്നിട്ടുണ്ട്. നിന്റെ വീടിന്റെ വിരിപ്പല്ല, നിന്റെ ബെഡ്റൂമിൽ കിടക്കുന്ന പുതപ്പല്ല, നിന്റെ മനസ്സിന്റെ സ്നേഹം കൊണ്ടുള്ള പുതപ്പ് കൊണ്ട് നിന്റെ പ്രിയപ്പെട്ടവനെ ഒന്ന് മൂടണേ. ബിസിനസ് പൊളിയുമ്പോ, കടക്കെണിയിൽ അകപ്പെടുമ്പോ, രോഗം വരുമ്പോ, പ്രയാസത്തിലാകുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ, പെങ്ങളെ നിന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ടൊന്ന് മൂടാ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ് മോളെ. സമ്മിലൂനി, ആ പുതപ്പ് കൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മൂടി ചേർത്ത് വെച്ചത് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ കാര്യം വിശദീകരിച്ചപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയോ? ഏറ്റവും വലിയ വിപ്ലവം നടക്കുന്ന കാര്യമാണ്
കാര്യമാകട്ടെ പെങ്ങള്, ഭർത്താവ് വലിയൊരു പടുകുഴിയിൽ വീണുപോകട്ടെ പെങ്ങള്, ഒരു വലിയ രോഗത്തിനടിമയാകട്ടെ പെങ്ങള്, നീയാണ് മോളെ കൂടെ നിൽക്കേണ്ടത്, നീയാണ് മോളെ കൂടെ നിൽക്കേണ്ടത്, നീയാണ് മോളെ ധൈര്യം കൊടുക്കേണ്ടത്. നിങ്ങൾക്കൊന്നും സംഭവിക്കൂല, ഞാനുണ്ടല്ലോ. ആണിക്കോട്ട പൊന്നുമോളെ, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നിനക്ക് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ടവനില്ലേ, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താവില്ലേ, അവനൊരു അസുഖം വരുമ്പോ, അവനൊരു ക്ഷീണം വരുമ്പോ, അവന് കടബാധ്യതകൾ വരുമ്പോ, അവന്റെ ബിസിനസ് പൊളിയുമ്പോ, മോളെ അവനെ ആക്ഷേപിച്ചിറക്കി വിടല്ലേ, അവനെ പരിഹസിക്കല്ലേ. നിങ്ങളെ തെമ്മാടിപ്പരം കൊണ്ടാണ്, നിങ്ങളെ എടുത്തുചാട്ടം കൊണ്ടാണ് എന്ന് പറയല്ലേ. ആ പ്രിയപ്പെട്ടവനെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ പറയണം, പരാജയമില്ല, നിങ്ങൾക്ക് പരാജയമില്ല, നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ, നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ, സ്നേഹം തരുന്ന, പരിഗണന തരുന്ന, പരിചരണ തരുന്ന ഞാനുണ്ടല്ലോ എന്ന് ഓരോ പെങ്ങളും പറയണേ. ഫവല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളെ ഒരിക്കലും പടച്ചോൻ കൈവടിയൂല, സങ്കടപ്പെടണ്ട. ഖദീജ ബീവി പറഞ്ഞു, നിങ്ങൾ ആരാണെന്നറിയോ? വതുഈനു അലാ നവായിബിൽ ഹഖ് അബ്ശിർ ഇന്നക ലതസിലുർ റഹ്മ വതസ്ദുഖുൽ ഹദീസ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് സത്യം മാത്രം പറയുന്നവരാണ്, അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നവരാണ്, അങ്ങ് കളവ് പറയാത്തവരാണ്, അങ്ങ് ആരെയും വഞ്ചിക്കാത്തവരാണ്, അങ്ങ് ആരെയും പറ്റിക്കാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരൂല. ഇത് പറഞ്ഞെങ്കിലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉള്ളിൽ ഒരു പേടി. ഇത് മലക്ക് തന്നെയാണോ, ഇനി മറ്റവല്ല ശൈത്താനെ വല്ലാണോ, അറിയാൻ പറ്റില്ലല്ലോ. ഇന്ന് അങ്ങനെയാണല്ലോ. ഇന്ന് ശൈത്താനെ വെച്ചിട്ട് ഔലിയ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അസുഖമൊക്കെ മാറ്റിക്കൊടുത്ത് രണ്ട് പട്ടൊക്കെ തലയിലിട്ട്, പ്രത്യേകിച്ച് ചില ഉമ്മമാരൊക്കെ ചില ജിന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്റെ കിണറ്റിലെ വെള്ളവും മക്കയിലെ സംസം വെള്ളവും കണക്കാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് എന്ത് പറഞ്ഞാലും പിന്നെ നമ്മുടെ താത്തമാര് രാവിലെ പോകാടി എന്ന് പറഞ്ഞ് ഒരുങ്ങി ഇറങ്ങിക്കോളും. നേരെ അവിടെ പോകും. ഭർത്താവിന്റെ പാസ്പോർട്ട് കിട്ടണം, 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് ഈ സത്യസന്ധമായി അള്ളാഹു ദർജ കൊടുത്ത, അള്ളാഹു സ്ഥാനം കൊടുത്ത ഒരുപാട് ഔലിയാക്കളും വലിയകളും ഉണ്ട് ലോകത്ത്. പക്ഷെ പിശാചിനും അത് സാധിക്കും, ഇങ്ങനെ വശീകരിക്കാൻ സാധിക്കും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഇനി മലക്ക് തന്നെ ആയിരിക്കോ? സമാധാനിക്ക് നബിയെ, പേടിക്കണ്ട, നിങ്ങൾ നല്ല മനുഷ്യനല്ലേ, നിങ്ങൾക്കൊന്നും സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞ് പുതപ്പിട്ട് മൂടി ചേർത്ത് വെച്ചെങ്കിൽ ഉള്ളിൽ ഒരു ചെറിയ പ്രശ്നം. ചിലപ്പോ ഇനി ഇങ്ങനൊന്നും അല്ലെങ്കിലോ. അതുകൊണ്ട് തന്റെ കുടുംബത്തിലെ പ്രായം ചെന്ന ഒരു പുരോഹിതനാണ് വറഖത്ത് ബിൻ നൗഫൽ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യം പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഹിറാ ഗുഹയിലാണ് ആള്, താഴേക്ക് ഇറങ്ങി വരത്തൊന്നുമില്ല. പക്ഷെ ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മലക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് വരികയാണ്. ആകെ ഭയന്ന് പറച്ചിട്ടുണ്ട്, എനിക്ക് പേടിയാവാണ്. ആ പേടി ഞാൻ ആരെ അറിയിച്ചിട്ടില്ല, ഭർത്താവിനെ അറിയിച്ചിട്ടില്ല. പക്ഷെ എന്താണ് സംഭവം എന്ന് നിങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറയുകയാണ്, ഹാദല്ലദീ ഉൻസില അലാ മൂസാ. ഇത് മൂസാ നബിക്ക് ഇറങ്ങിയ മലക്ക് തന്നെയാണ്. പേടിക്കാനില്ല, പേടിക്കാനില്ല. മൂസാ നബിക്ക് ഇറങ്ങിയ മലക്ക് തന്നെയാണ്. മുഹമ്മദ് നബിയെ വിളിക്കുകയാണ്. അടുത്ത് വിളിച്ചിരുത്തിയിട്ട് വറഖത്ത് ബിൻ നൗഫൽ പറയുകയാണ്, ഈ പ്രബോധനത്തിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ നിങ്ങൾ മുന്നേറുമ്പോ, ഈ ജനങ്ങൾ നിങ്ങളെ ആട്ടിയോടിക്കുന്ന കാലത്ത് ഞാനുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുമെന്ന് വറഖത്ത് ബിൻ നൗഫൽ പറയുമ്പോൾ മക്കക്കാരിൽ നിന്ന് സ്നേഹം മാത്രം കിട്ടിയ, പരിചരണം മാത്രം കിട്ടിയ ഒരാളുപോലും മോശത്തരം ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത, പറഞ്ഞത് കേട്ടിട്ടില്ലാത്ത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വറഖത്ത് ബിൻ നൗഫലിനോട് ചോദിക്കാണ്, എന്നെ എന്റെ നാട്ടുകാർ ആട്ടിയിറക്കുവോ? എന്റെ നാട്ടുകാരെന്നെ ഉപേക്ഷിക്കോ? വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാട്ടുകാർ ആട്ടിയിറക്കുമ്പോ ഞാൻ ഉണ്ടാവും. അങ്ങനെ അവിടുന്ന് തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. പിന്നെയാണ് പ്രബോധനം, പിന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നലെ വരെ
ഇന്നലെ കൂടെ നിന്നവരല്ല, ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറുകയാണ്. മൂർച്ചയുള്ള കരിങ്കല്ലുകൾ കൊണ്ട് എറിയുകയാണ്, ശരീരത്തിലൂടെ രക്തം പൊട്ടി വീഴുകയാണ്. വീട്ടിലേക്ക് വരുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഉമ്മ ഓടി വരണേ ഉമ്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയതാ ശരീരത്ത് നിറച്ച് കല്ലും മണ്ണും കൊണ്ടുവരുന്നു ഉമ്മ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇറങ്ങി നോക്കുമ്പോ ശരീരത്തിൽ ആളുകൾ കല്ലെറിഞ്ഞതിന്റെ പാട്, ചെളിവെള്ളം കോരി എറിഞ്ഞതിന്റെ അടയാളം, മണ്ണൊക്കെ തലയിലിരിക്കുകയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന പൊന്നുമോള് ആ പ്രിയപ്പെട്ട പിതാവിന്റെ ശരീരത്തിൽ നിന്ന് അതെല്ലാം തുടച്ചു മാറ്റി കൊടുക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വെള്ളം കൊണ്ടുവന്നൊഴിക്കുകയാണ്. അല്ലാഹ്, എന്റെ പെങ്ങളെ, ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ഓരോ വഴിയടയാളങ്ങളിലൂടെ നടന്നു പോകുമ്പോ പ്രതിസന്ധികളാണ്, സങ്കടങ്ങളാണ്, ആക്ഷേപങ്ങളാണ്, കല്ലേറുകളാണ്, കുറ്റപ്പെടുത്തലുകളാണ്, എല്ലാം അനുഭവിച്ചുകൊണ്ട് മുന്നേറുമ്പോ താങ്ങായി നിന്നു ഖദീജ, തണലായി നിന്നു ഖദീജ. വകം ഫീ നിസായിൽ ആലമീന അളീമതി വലാകിന്നഹാ ഇൻ ഖൂരിനത് ബികി ഫസ്സുറാ. അല്ലയോ ഖദീജ ഉമ്മ, അല്ലയോ ഖദീജ ഉമ്മ, ലോകത്ത് എത്ര മഹദികൾ വന്നിട്ടുണ്ട്, ലോകത്ത് എത്ര മഹത്തുക്കൾ വന്നിട്ടുണ്ട്, എത്രയോ അത്ഭുതകരമായ സ്ത്രീകൾ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ അവരെല്ലാം ഫസ്സുറാ, അവര് ചെറുതാണുമ്മ, അവര് ചെറുതാണുമ്മ. ലോകത്ത് ഏതൊക്കെ മഹദികൾ വന്നിട്ടുണ്ടോ, വനിതാ രത്നങ്ങൾ വന്നിട്ടുണ്ടോ, അവര് ലോകത്ത് എന്തെല്ലാം സഹിച്ചിട്ടുണ്ടോ, എത്ര വിപ്ലവം നടത്തിയിട്ടുണ്ടോ, അവരെല്ലാം ചെറുതാണ് ഉമ്മ. നിങ്ങളാണ് കുബറ, നിങ്ങളാണ് വലുത്. അതുകൊണ്ടാണ് ഖദീജത്തുൽ കുബറ, ഖദീജത്തുൽ കുബറ എന്ന പേരതുകൊണ്ടാണ്. ബാക്കിയുള്ള എല്ലാ സ്ത്രീരത്നങ്ങളും അത്ഭുതകരമായ മഹദികളും താഴെയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മാത്രമാണ് മുകളില്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉന്നതിയിലെത്തിയത്. ഒരിക്കല് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, ഇനി ജിബ്രീൽ വരുമ്പോ എന്നോടൊന്ന് പറയണം. വറഖത്ത് ബിൻ നൗഫൽ എന്ത് ചെയ്തു? ജിബ്രീൽ വരുമ്പോ ഉണ്ടാവേണ്ട ചില അടയാളങ്ങളെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, ഇനി ജിബ്രീൽ വരുമ്പോ നിങ്ങൾ എന്നോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പറയാം. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, ഖദീജ ഓടി വരൂ ഖദീജ, ജിബ്രീൽ വന്നിട്ടുണ്ട് ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ കയറിയിരുന്നു. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ജിബ്രീൽ ഉണ്ടോ നബിയെ? ഉണ്ട്, ഉണ്ട് ഖദീജ, പോയിട്ടില്ല. വലത്തെ തുടയിലിരുന്നു. ഹദീസ് പറയാണ്, വലത്തെ കാലിന്റെ തുടയിലിരുന്നു. ഇപ്പൊ ജിബ്രീൽ ഉണ്ടോ? ഉണ്ട്. ഖദീജ, പോയിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ പുറകിൽ വന്നു നിന്നു. ഇപ്പൊ ജിബ്രീൽ ഉണ്ടോ? ഉണ്ട്, പോയിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ തലയിൽ ധരിച്ചിരുന്ന തട്ടമങ്ങോട്ട് അഴിക്കുകയാണ്. തന്റെ മനോഹരമായ കാർകൂന്തലങ്ങോട്ട് അഴിച്ചിടുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖദീജ, ഇപ്പൊ ജിബ്രീലിനെ കാണുന്നില്ല ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സമ്മതിച്ചു നബിയേ, അത് മലക്ക് തന്നെയാണ് നബിയേ, അത് ജിബ്രീൽ തന്നെയാണ് നബിയേ. എന്തെന്നറിയോ, ഒരു സ്ത്രീ മറക്കേണ്ടത് മുഴുവനും മറയ്ക്കാതെ ഏതെങ്കിലും ഒരു ഔറത്തായ ഭാഗം വെളിവാക്കിയാൽ അവിടെ ജിബ്രീലിനെ പോലെയുള്ള ഒരു മലക്ക് വരൂല നബിയേ എന്നോട് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് ഞാൻ എന്റെ മുടി പുറത്താക്കിയപ്പോ ജിബ്രീൽ പോയല്ലോ റസൂലേ. അതുകൊണ്ടത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ്. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം എന്റെ മാണിക്കോത്ത പെങ്ങളെ?
നിന്റെ ശരീരത്തിലെ ഔറത്തായ ഭാഗം നീ മറയ്ക്കണം. ഒരു തല മറക്കുന്നത് കൊണ്ട് എന്താണ് കിട്ടുന്നതെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കും. ഒരു തലയിലെ തട്ടം മാറ്റുമ്പോ നിന്റെ ഇസ്ലാമിയത്ത് തെറിച്ചു പോകുമോ എന്ന് വിവരമില്ലാത്തവര് ചോദിക്കും. ആ സമയത്ത് പെണ്ണെ, നീ വീട്ടിൽ വന്ന് ചിന്തിക്കരുത്, എന്റെ തലയുടെ തലമുടി പുറത്ത് കണ്ടുപോയാൽ അല്ലാഹുവിന് എന്തു പ്രശ്നമാണ്? ഇത്രക്കും സില്ലിയാണോ റബ്ബ്? അങ്ങനെയാണ് ചോദിക്കുക. ഇത്രക്കും സില്ലിയാണോ എന്റെ റബ്ബ്? അങ്ങനെ ചിന്തിക്കരുത്. ഒരു പെണ്ണ് എന്താണോ, ആ പെണ്ണിന്റെ മഹത്വം എന്താണോ, ആ പെണ്ണിന്റെ അടി മുതൽ മുടി വരെ ഏത് രീതിയിലാണോ ആദരിക്കാനും ഉപയോഗപ്പെടുത്താനും പൊതിയാനും സൂക്ഷിക്കാനും പറഞ്ഞത്, അതങ്ങനെ തന്നെ വേണം മോളെ. ഇസ്ലാമിന്റെ നിയമമാണ്. അന്യ സ്ത്രീകൾ അവിടെ ശരീരത്തിന്റെ ഔറത്ത് തുറസാവുന്ന സ്ഥലത്ത് മലക്കു റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. മോളെ, റജബ് മാസമാണ്, പെങ്ങളെ, റജബ് മാസമാണ്. മാണിക്കോത്ത് ഉറൂസിന്റെ റജബിന്റെ ബറക്കത്തിന്റെ രാത്രിയിൽ എന്റെ പെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മറക്കല്ലേ, ഇനി 3 മാസം റജബ്, ശഅബാൻ, റമളാൻ, ഈ 3 മാസത്തെ ബഹുമാനിക്കുന്നവർക്ക് അല്ലാഹു തരുന്നത് ഈമാനുള്ള മരണമാണ്, പിശാചിൽ നിന്നുള്ള കാവലാണ്. അതുകൊണ്ട് തളരല്ലേ. എത്ര ഉറൂസ് നടക്കട്ടെ, കാസർഗോഡ് എത്ര കല്യാണങ്ങൾ നടക്കട്ടെ, റജബ് മാസമാണെന്ന് മറന്നു പോവല്ലേ, റജബ് മാസമാണെന്ന് മറന്നു പോവല്ലേ. അൽഹംദുലില്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത്. അങ്ങനെ തന്നെ കരം പിടിച്ച് ഷഹാദത്ത് പറഞ്ഞു മുസ്ലിമായി. കൂടെ ഉണ്ടായിരുന്ന പെൺമക്കൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം, എല്ലാവരും മുസ്ലിമായി. നേരത്തെ കല്യാണത്തിൽ 3 മക്കൾ ഉണ്ടായിരുന്നു ഖദീജ ബീവിക്ക്, അവരും മുസ്ലിമായി. ഒരു വീട് മുഴുവൻ ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചു. ഒരു വീട് മുഴുവൻ, ഒരു കുടുംബം മുഴുവൻ. വാപ്പ നിസ്കരിക്കുന്നു, ഉമ്മ നിസ്കരിക്കുന്നില്ല, ഭർത്താവ് നിസ്കരിക്കുന്നു, ഭാര്യ നിസ്കരിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരവർ ചെയ്യുന്നത് അവരവർക്കുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായും എല്ലാവരും ഇബാദത്ത് ചെയ്തു. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് നേരിടേണ്ടി വന്ന സങ്കടമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല മോളെ. ഇന്ന് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന നിഅമത്തുകൾ എത്രയാണ്, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന സൗകര്യങ്ങൾ എത്രയാണ്, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ആനന്ദങ്ങൾ എത്രയാണ്. എന്റെ ഭാര്യ ഇപ്പോഴും നമ്മൾ ഗൾഫിൽ പോയാൽ, ഉംറയ്ക്ക് പോയാൽ, എന്റെ മുസ്താഖ് അഹമ്മദ് എന്ന മരണപ്പെട്ടു പോയ പൊന്നുമോന്റെ പാസ്പോർട്ട് കൂടി എടുത്തുകൊണ്ടുവരും. ഞാൻ അവളോട് പറയും, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തണം നമുക്ക്. നമ്മുടെ പൊന്നുമോൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോയതാണ്. പ്രസവിച്ചവരല്ലേ, മരണവേദനയോടെ പ്രസവിച്ചവരല്ലേ, അവർക്ക് ആ ഓർമ്മകൾ എല്ലാ കാലത്തും ഒരു നീറ്റൽ തന്നെയാണ്. മക്കയിലെ റാണിയെന്നും ഖദീജ, മണിവിളക്ക് ദീനിലെന്നും നസീബ, മുത്തുനബിയെ വരിച്ച ഷഹീറ, മാണിക്യക്കല്ലിന്റെ നാമം ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹ വല്ലാതെ കരഞ്ഞുപോയി. അബ്ദുള്ള എന്ന് പറയുന്ന മകൻ മുലകൂടിയും അവസാനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. പാല് കൊടുത്ത് തീരുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. അടക്കമെല്ലാം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോ ഖദീജ ബീവിയോട് പറയുന്നു, ഖദീജ സങ്കടപ്പെടണ്ട, ഖദീജ നൊമ്പരപ്പെടണ്ട, ഖദീജ മനസ്സ് തളരണ്ട. ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ, എന്റെ പ്രിയപ്പെട്ട മോന് മുല കൂടി തീരുന്നത് വരെയെങ്കിലും അല്ലാഹുവിന് തന്നുകൂടായിരുന്നോ? എന്റെ പെങ്ങളെ, ഇത്രമാത്രം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്ത ഖദീജ ബീവിക്ക് അല്ലാഹു കൊടുത്ത പരീക്ഷണം അതാണെങ്കിൽ മക്കള് മരിച്ചു പോകുന്നവരെ തളരല്ലേ. ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നവരെ ആത്മഹത്യ ചെയ്യല്ലേ, അല്ലാഹയെ കുറ്റപ്പെടുത്തല്ലേ, അല്ലാഹയെ പരിഹസിക്കല്ലേ. ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ്,
ചെറിയ പ്രായമല്ലേ, പാല് കൊടുത്ത് തീരുന്ന പ്രായം വരെയെങ്കിലും അല്ലാഹുവിന് ആ മോനെ എനിക്ക് തരാമായിരുന്നു എന്ന് പറയുമ്പോ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖദീജ ബീവിയേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോന് സ്വർഗത്തിൽ ഹൂർലിങ്ങൾ പാല് കൊടുക്കുന്നുണ്ട്. ആ മോന്റെ ചിരിയും കളിയും ആ ശബ്ദം നിനക്ക് കേൾക്കണോ? ആ ശബ്ദം നിനക്ക് കേൾക്കണോ ഖദീജ? ഖദീജയുടെ കണ്ണ് നിറഞ്ഞപ്പോ, ഖദീജയുടെ മനസ്സ് വിടഞ്ഞപ്പോ, ഖദീജക്ക് പ്രയാസമായം നിറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഖദീജ, ആ പൊന്നുമോന്റെ ചിരിയും കളിയും ആ സ്വർഗത്തിലെ ശബ്ദം നിനക്ക് കേൾക്കണോ ഖദീജ? സ്വർഗത്തിലെ ശബ്ദം നിനക്ക് കേൾക്കണം. നമ്മളാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയ കേൾക്കണം കാണണമെന്ന് പറയൂലേ, പ്രത്യേകിച്ച് ഉമ്മയാണെങ്കിൽ. ഖദീജ ബീവി പറയുന്നു വേണ്ട, ഖദീജ ബീവി പറയുന്നു വേണ്ട. എന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞതെന്നറിയോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യകാര്യങ്ങളിൽ എന്റെ വിശ്വാസം അത് ശക്തമാണെന്ന് ഖദീജ വീണ്ടും വ്യക്തമാക്കുകയാണ്. നിരീശ്വരവാദികളുടെ പ്രഭാഷണത്തിന്റെ ആ ഒരു സ്റ്റോറി കണ്ടിട്ട് മനസ്സുമാറല്ല പെങ്ങളെ, അല്ലാഹുവിലുള്ള വിശ്വാസത്തെ കളയല്ലേ. എന്റെ പൊന്നുമോൻ സ്വർഗത്തിൽ ഓടിക്കളിക്കുന്ന ശബ്ദം നിനക്ക് കേൾക്കണോ എന്ന് ചോദിച്ചപ്പോ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യകാര്യങ്ങളിലുള്ള വിശ്വാസത്തിൽ ഞാൻ ഉറപ്പിച്ചവളാണ് നബിയേ, എനിക്ക് വേണ്ട ഹബീബേ, അങ്ങ് പറഞ്ഞാ മതി നബിയേ, എന്റെ മുത്തുമാണിക്യം സ്വർഗത്തിലുണ്ട് എന്നങ്ങ് പറഞ്ഞാ മതി നബിയേ. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മക്ക നാട് തന്നെ വിടേണ്ടി വരികയാണ്. ഉപരോധം ഏർപ്പെടുത്തുകയാണ് ശത്രുക്കൾ. ആരും ഒന്നും കൊടുക്കരുത്, ഖദീജക്ക് കൊടുക്കരുത്, മുത്തുനബിക്ക് കൊടുക്കരുത്. ആരെങ്കിലും കാരക്കയോ വെള്ളമോ അത്തിപ്പഴമോ ഈത്തപ്പഴമോ അവർക്ക് കച്ചവടം ചെയ്തു എന്നറിഞ്ഞാൽ അവിടെ തലവെട്ടിയെടുക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയാണ്. ഒരു നാട്ടിൽ മുഴുവനും അവഗണന. അള്ളാന്റെ റസൂൽ ആത്മഹത്യ ചെയ്തില്ല, തന്റെ കുടുംബത്തെയും കൊണ്ട് മാറി താമസിപ്പിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല കുടിക്കാൻ. രാത്രിയാകുമ്പോൾ തളർന്നു കിടക്കുകയാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. തളർന്നു കിടക്കുകയാണ്. ചെറിയ ഒരു ടെന്റ് കെട്ടിയിട്ട് അതിന്റെ അകത്താണ് കിടക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അനിയത്തിയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ഇത്തയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉമ്മു കുൽസൂമിനോട് ചോദിക്കുകയാണ്, നമ്മുടെ ഉമ്മ എന്ത് കഴിച്ചിട്ടാണ് കിടക്കുന്നത്? ഉമ്മു കുൽസൂം പറയുകയാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്റെ ഉമ്മ ഇല കഴിക്കുന്നത്, ഇല കഴിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഉറങ്ങിക്കിടക്കുന്ന ഉമ്മാന്റെ ചാരത്ത് വന്നിരുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഫാത്തിമ റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ചാരത്തേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, എന്ന് തീരും നബിയെ ഈ കഷ്ടപ്പാട്? ഇല പറച്ച് കഴിച്ചിട്ട് കിടക്കുന്നത് ആരെന്നറിയുമോ നബിയേ? അറേബ്യൻ രാജ്യത്തെ സ്വർണ്ണ സിംഹാസനത്തിന്റെ ഉടമയായിരുന്നവളായ ഖദീജയാണ് നബിയേ. അറേബ്യയിൽ അതുപോലെ സ്വർണം ധരിച്ചവർ, അതുപോലെ ആഡംബരത്തിന്റെ ഭക്ഷണം കഴിച്ചവർ, അതുപോലെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചവർ വേറെയില്ലല്ലോ നബിയേ. അതെല്ലാം അങ്ങേക്കു വേണ്ടി മാറ്റിവെച്ചവളല്ലേ. ഇത് കേട്ടപ്പോ സഹിക്കാനാകാതെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു തട്ടമുണ്ടായിരുന്നു, നിരന്തരം ഉപയോഗിക്കുന്ന ഒരു തട്ടമുണ്ടായിരുന്നു. ആ തട്ടവും കൊണ്ട് കച്ചവടത്തിന് പോവുകയാണ്. അല്ലാഹുവേ, അവിടെ ആരും അത് വാങ്ങുന്നില്ല.
ഈ തട്ടം വാങ്ങുവോ? ആ സമയത്ത് ആരും വാങ്ങുന്നില്ല. പുന്നാര ഹബീബിന്റെതല്ലേ, വാങ്ങാൻ ആളുകൾ കാത്തിരിക്കൂലേ? പക്ഷേ അവിടെ നിയമമാണ്, ആരും വാങ്ങാൻ പാടില്ല. കണ്ണുനീരോടെ 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 അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വരികയാണ്. എന്റെ മാണിക്കോത്ത പെങ്ങളെ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, എന്റെ ഖദീജ ഈ കിടപ്പ് കിടക്കുന്ന കണ്ടപ്പോ, എന്റെ ഖദീജ സങ്കടപ്പെടുന്ന കണ്ടപ്പോ, എന്റെ ഖദീജ പച്ചില കടിച്ചപ്പോ എന്റെ മനസ്സിൽ എങ്ങനെ തോന്നിപ്പോയതാണ് മക്കളെ. നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ക്ഷമിക്കും മക്കളെ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഉമ്മാക്ക് കൊട്ടാരമുണ്ട്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹ് ഖദീജ ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ. എന്റെ സലാമും ഖദീജ ബീവിക്കുണ്ട് നബിയേ. ലോകത്ത് ഒരു സ്ത്രീയോട് അല്ലാഹ് സലാം പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തെ ഏതെങ്കിലും ഒരു സ്ത്രീയോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ സലാം അറിയിക്കണം നബിയേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാണിക്യ മലരായ പൂവി എന്ന പാട്ടില്ലേ, അത് സിനിമയിൽ ആടാനുള്ളതല്ല മക്കളെ. ആ ചരിത്രം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാനുള്ളതല്ല മോനെ. ആ ചരിത്രത്തിന്റെ പാട്ട് ഗാനമേളക്കാരന്റെ പാട്ട് കേട്ടിട്ട് നൃത്ത ചുവടുകൾ വെക്കാനുള്ളതല്ല മോനെ. അതെന്റെ മുത്തു ഹബീബിന്റെ ജീവൻ കവർന്നെടുത്തു പോയ ഖദീജാന്റെ പാട്ടാണ് മോനെ. ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നു, നബിയേ, അബിശ്ർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന. പച്ചില കടിച്ചുകൊണ്ട് മണ്ണിൽ കിടക്കുന്ന ക്ഷീണിച്ചുപോയ ഖദീജ, അവർക്ക് സ്വർഗ്ഗത്തിലൊരു വീടുണ്ട് നബിയേ, സ്വർഗ്ഗത്തിലൊരു വീടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് ആവേശമായി, ആ സ്വർഗ്ഗത്തിലെ വീടിനെ കുറിച്ച് ഒന്ന് പറയുമോ ജിബ്രീൽ? എന്റെ ഖദീജക്ക് കിട്ടുന്ന, എന്റെ ഖദീജക്ക് അല്ലാഹു കൊടുക്കുന്ന സ്വർഗ്ഗത്തിന്റെ വീടിനെ കുറിച്ചൊന്ന് പറയുമോ ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, മിൻ കസബിൻ യാ റസൂലല്ലാഹ്, അത് ഒറ്റ മുത്തുകൊണ്ട് തീർത്തതാണ് നബിയേ. ഒറ്റ മുത്തിനകത്താണ് ആ വീട് റസൂലെ. ഒറ്റ മുത്തെന്ന് പറയുമ്പോ ഈ പള്ളി മുഴുവനും ഒരു മുത്തിനകത്താണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു എന്ത് രസമായിരിക്കും. ഒരു മുത്തിനകത്ത് തിളങ്ങുന്ന ഒരു പള്ളി, അതുപോലെ ഒറ്റ മുത്തിനകത്തുള്ള കൊട്ടാരം. ഈ കസബ് എന്ന് അറേബ്യയിൽ ഉപയോഗിച്ചിരുന്നത് എന്തിനെന്നറിയോ? കസബ് ഈ മുളംകുറ്റിക്കാണ് പറഞ്ഞത്. മുളംകുറ്റി എന്ന് പറഞ്ഞാൽ ഓട്ട മത്സരത്തിന് ആദ്യം ചെല്ലുന്നവർക്ക് തൊടാൻ പറ്റുന്ന ഒരു മുളംകുറ്റി. ഒരു ഓട്ട മത്സരം നടത്തിയിട്ട് ആദ്യം ആരാണ് ചെന്ന് അതിൽ തൊടുന്നത് അവർക്കാണ് വിജയം. അതിന് അറേബ്യയിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ് കസബ്. ആ വാക്കാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരത്തിന് ജിബ്രീൽ അലൈഹിസ്സലാത്തിനോട് അല്ലാഹു പറഞ്ഞു വിട്ട വാക്ക് കസബ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? പോരാട്ടം നടത്തി, ജിഹാദ് നടത്തി, പരിശ്രമം നടത്തി, ഓടി ഓടി പ്രതിസന്ധിയുടെ പർവ്വതത്തിന്റെ മുകളിലൂടെ പറന്നു പറന്ന് കസബിലെത്തി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തി, വിജയത്തിന്റെ പോയിന്റിലേക്ക് എത്തിയത് കൊണ്ട് മിൻ ഖസബിൻ യാ റസൂലല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന നബിയേ, ലാ സഖബ ഫീഹാ വതഅബ്, ഒരു ബഹളവുമില്ലാത്ത ശാന്തമായ വീടാണ് നബിയേ. ഖദീജ ബീവിക്ക് ഒരു ബുദ്ധിമുട്ടും കൊടുക്കാത്ത ശാന്തമായ വീടാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ, അങ്ങനെ ഒരു വീട് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഖദീജ ബീവി ശാന്തയായിരുന്നല്ല നബിയേ. അങ്ങയുടെ വീട്ടിന്റെ അകത്ത് ഈ മക്കളെ നോക്കുമ്പോഴും അവര് പട്ടിണി കിടക്കുമ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും അങ്ങയോട് അപമര്യാദ കാണിച്ചില്ലല്ലോ നബിയേ.
അതുകൊണ്ടാണ് നബിയേ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ശാന്തമായ കൊട്ടാരത്തിന് ഉടമയാകുന്നത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമലി, പ്രതിഫലം കിട്ടുന്നത് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതിന്റെ ആ ഭാഗം നോക്കിയിട്ടാണ്. ഖദീജ ബീവി ശാന്തമായി ജീവിച്ചപ്പോ അങ്ങനെയുള്ളത് തന്നെ കിട്ടട്ടെ എന്റെ ഖദീജക്ക്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ ഒരു രംഗം കൂടി പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വാലിഹീങ്ങൾ മരിക്കുമ്പോ, മുത്തഖീങ്ങൾ മരിക്കുമ്പോ ആകാശം കരയുമെന്നാണ്, അവര് സുജൂദ് ചെയ്ത സ്ഥലം കരയുമെന്നാണ്, അവരെ ഇബാദത്ത് ചെയ്ത സ്ഥലം കരയുമെന്നാണ്. അവർക്ക് തസ്ബീഹ് മാലയുണ്ടെങ്കിൽ ആ തസ്ബീഹ് മാല പോലെ കരയുമെന്നാണ്. മാണിക്കോത്ത് എത്ര ആളുകൾ മരണപ്പെട്ടു, അങ്ങനെ കരഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് റജബ് മാസമാണ്. ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സുറഹുൽ അസീസ് തങ്ങളുടെ ഖുത്ബുൽ അഖ്താബിന്റെ ഏറ്റവും ഓർമ്മകൾ, സുൽത്താനുൽ ഹിന്ദിന്റെ കറാമത്തുകൾ ചർച്ച ചെയ്യപ്പെടുന്ന മാസമാണ്. ഈ മാസത്തില് അജ്മീറിനെ ഓർത്തുകൊണ്ട്, അജ്മീറിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അവിടെ ബഖ്തിയാറുൽ കാക്കി എന്ന് പറയുന്ന മഹാ ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലം കാണാം. അജ്മീറിൽ ബഖ്തിയാറുൽ കാക്കി എന്ന് പറയുന്ന മഹാൻ ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥലം കാണാം. അജ്മീറിൽ സിയാറത്തിന് പോകുമ്പോ ബദാം മിൽക്ക് വാങ്ങിച്ച് കഴിച്ചോണ്ട് വന്നാൽ പോരാ, അവിടെ പോകാനുള്ള സ്ഥലത്തൊക്കെ പോകണം, കാണാനുള്ള ചരിത്ര സ്ഥലങ്ങളൊക്കെ കാണണം. വലിയ ശ്രേഷ്ഠതയുള്ള യാത്രയും ശ്രേഷ്ഠതയുള്ള സിയാറത്തുമാണ്. ബഖ്തിയാറുൽ കാക്കി എന്ന് പറയുന്ന മഹാൻ താമസിച്ച് ഇബാദത്ത് ചെയ്തൊരു സ്ഥലമുണ്ട്. അദ്ദേഹം വഫാത്തായപ്പോൾ ആ കല്ല് കരഞ്ഞിട്ടുണ്ട് എന്ന്, അവിടെ അതിന്റെ അടയാളമുണ്ടെന്നാണ്. ആ കല്ല് കണ്ണീര് വീണു എന്നാണ്. നിങ്ങൾ പറയാൻ തലേ ദിവസത്തെ മഴവെള്ളിയാണെന്നൊക്കെ, മഴവെള്ളമാണ് മഴത്തുള്ളിയാണെന്നൊക്കെ ഇന്നത്തെ ആൾക്കാർ പറയും. അത് പിന്നെ എല്ലാം അങ്ങനെ പറയുന്നത് കൊണ്ട് അതിന്റെ കൂട്ടത്തിൽ അതും കയറി പൊയ്ക്കോളും. പക്ഷെ അത്ഭുതമാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് മനസ്സിലാക്കുന്നവരെ അങ്ങനെ കരഞ്ഞിട്ടുണ്ട് എന്നാണ്. മഹത്തുക്കൾ, മഹാന്മാർ, മഹദികൾ വിട പറയുമ്പോൾ ആകാശ ഭൂമി കരയും. നമുക്കറിയാം, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വിട പറഞ്ഞപ്പോൾ അന്നത്തെ അന്തരീക്ഷം, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിട പറഞ്ഞപ്പോൾ അന്നത്തെ അന്തരീക്ഷം, ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ വിട പറഞ്ഞപ്പോ നിങ്ങൾ അന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരോട് ചോദിക്ക്, അന്നത്തെ അന്തരീക്ഷം. എന്തിനേറെ സമാപനം വിട പറഞ്ഞു പോയ ഷെയ്ഖു മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അവറുകൾ, അങ്ങനെ അങ്ങനെ ഓരോരുത്തരെ നിങ്ങൾ എടുക്ക്. വലിയ ഒരു അത്ഭുതം ആ ദിവസം, ആ അന്തരീക്ഷം, ആ ദിവസം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞു പോകുന്ന രംഗം, അള്ളാന്റെ റസൂൽ ആ വർഷത്തിന് പേരിട്ടത് എന്തെന്നറിയോ? ആമുൽ ഹുസ്ൻ എന്നാണ്. ദുഃഖവർഷം. ദുഃഖവർഷം. മുത്തുനബിയുടെ പ്രിയപ്പെട്ടവൾ വിട പറഞ്ഞു പോയ ആ സമയത്തിനിട്ടിരിക്കുന്ന പേര് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ്. എല്ലാ ദുഃഖവും മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു പോയ സമയം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മടിയിൽ എങ്ങനെ കിടക്കുന്നുണ്ട്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖദീജ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരുപാട് കീറി പറഞ്ഞു പോയിട്ടുണ്ടല്ലോ ഖദീജ. നിന്റെ വസ്ത്രം ഒരുപാട് കീറി മുഷിഞ്ഞു പോയിട്ടുണ്ടല്ലോ ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതേ റസൂലേ, അതേ ഹബീബേ. മുത്തുനബി പറയുകയാണ്, മക്കയുടെ രാജാത്തിയായ ഖദീജക്ക് മുഷിഞ്ഞ വസ്ത്രം തന്നത് ഞാനല്ലേ? കൊട്ടാരത്തിൽ നിന്നും പിടിച്ചിറക്കിയത് ഞാനല്ലേ? രാജസിംഹാസനത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നത് ഞാനല്ലേ? എന്റെ ഖദീജ, നിനക്ക് സങ്കടമുണ്ടോ ഖദീജ? നിനക്ക് നൊമ്പരമുണ്ടോ ഖദീജ? 9:30 മണി സമയത്ത് 10 മണിയോടെ 10 മണി കഴിഞ്ഞ സമയത്ത് ഈ മാണിക്കോത്തിന്റെ സ്റ്റേജിൽ വെച്ച് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, മക്കായിലെ സർവസമ്പന്നരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞ സാമ്പത്തിക സ്രോതസ്സിന്റെ ഉടമയായിരുന്ന ഖദീജ, ആ പ്രിയപ്പെട്ടവളോട് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട ഖദീജ, നിനക്ക് സങ്കടമുണ്ടോ ഖദീജ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്,
എനിക്ക് ഒരേ ഒരു കാര്യത്തിലേ ദുഃഖമുള്ളൂ, എനിക്ക് ഒരേ ഒരു കാര്യത്തിലേ വിഷമമുള്ളൂ, ഒരേ ഒരു കാര്യത്തിലേ പ്രയാസമുള്ളൂ. ഖദീജ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്ത് വിഷയത്തിലാണ് പ്രയാസം ഖദീജ? ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, നാളെ സ്വർഗത്തില് അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ഭാര്യയായിട്ട് കഴിയാൻ എനിക്ക് അവസരം തരുമോ നബിയേ? അങ്ങയുടെ ഭാര്യയായിട്ട് കഴിയാൻ എനിക്ക് അവസരം തരുമോ മുത്തു ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ സമ്മതം പറഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറയുകയാണ്. ഹബീബാകെ തളർന്നുപോയി, ഹബീബാകെ ക്ഷീണിച്ചുപോയി. ആ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കഫൻ തുണി കൊണ്ടുവന്ന് പൊതിയുമ്പോൾ, എന്റെ മാണിക്കോത്ത പെങ്ങളെ, എന്റെ മാണിക്കോത്ത ഉമ്മ, ഉമ്മഹാത്തുൽ മുഅ്മിനീനല്ലേ, ഉമ്മഹാത്തുൽ മുഅ്മിനീനല്ലേ, മുഅ്മിനീങ്ങളുടെ ഉമ്മയല്ലേ, മുഅ്മിനീങ്ങളുടെ ഉമ്മയല്ലേ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ പൊതിയുമ്പോ തുണി തികയുന്നില്ല എന്ന് പണ്ഡിതന്മാര് പറഞ്ഞത് വെറുതെയായിരുന്നില്ല, ഉസ്താദുമാര് പ്രസംഗിച്ചത് വെറുതെയായിരുന്നില്ല. കിതാബിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല വെള്ള വസ്ത്രം കൊണ്ടുവന്ന് പൊതിയുമ്പോ കാല് പൊതിയുന്ന സമയത്ത് തല പുറത്താവുകയാണ്, തല പൊതിയുന്ന സമയത്ത് കാല് പുറത്താവുകയാണ്. അറേബ്യയില് ഇത് ഹർബുല്ല് കൊണ്ടുവന്നിട്ട് ആ കാൽഭാഗത്ത് വെച്ചിട്ട് പൊതിഞ്ഞടക്കുമ്പോ എന്റെ ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അടർന്നു വരുന്നുണ്ട്. ഖദീജ ബീവിയുടെ ചെവിയിൽ പറയുന്നു, ഖദീജ സങ്കടപ്പെടല്ല ഖദീജ, വിഷമിക്കല്ല ഖദീജ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ റാണിയാണ് ഖദീജ. ബാക്കിയുള്ളവരൊക്കെ അതിനുശേഷമാണ് മാണിക്കോത്ത പെങ്ങളെ, ബാക്കിയുള്ളവരല്ല, അതിനുശേഷമാണ് മാണിക്കോത്ത പെങ്ങളെ. ഖദീജ ബീവിക്കാണ് സ്വർഗ്ഗത്തിലെ ഒന്നാം സ്ഥാനം, സ്ത്രീകളുടെ ഒന്നാം സ്ഥാനം ഖദീജ ബീവിക്കാണ്. മറിയം ബീവിയാണ്, പിന്നെ ആസിയ ബീവിയാണ്, പിന്നെ ഫാത്തിമ ബീവിയാണ്, പിന്നെ ഒന്നാം സ്ഥാനം ഖദീജക്കാണ്, ഖദീജക്കാണ്, ഖദീജക്കാണ്. അത് കാതിൽ പറഞ്ഞു കൊടുത്തു ഹബീബ്. പിന്നെയല്ലേ സങ്കടം, പിന്നെയല്ലേ നൊമ്പരം. ഫാത്തിമ റളിയല്ലാഹു അൻഹ അടക്കം കഴിഞ്ഞു വരുമ്പോ ഒരു മുത്തുമാല കയ്യിൽ വെച്ച് കരയുന്നുണ്ട്. എന്റെ മാണിക്കോത്തുകാരെ, എന്റെ പ്രിയപ്പെട്ട മാണിക്കോത്ത് ചെറുപ്പക്കാരാ, ഒരുമ്മ കൊടുത്തിട്ട് പോയതാ, ഒരുമ്മ കൊടുത്തിട്ട് പോയതാ. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഒരു മുത്തുമാല ചേർത്ത് വെച്ചിരുന്ന് കരയുന്നുണ്ട്. ഉമ്മാന്റെ സമ്മാനമാണോ? നബി ചോദിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, എന്നെ അടുത്ത് വിളിച്ചു നബിയേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ വിട പറയുന്നതിന് മുമ്പ് എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, ഉമ്മാക്ക് തരാ ഒന്നുമില്ല മോളെ, ഉമ്മയെല്ലാം അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തു മോളെ, ഉമ്മയെല്ലാം അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തു മോളെ, തരാൻ ഉമ്മാന്റെ കയ്യിലൊന്നുമില്ല മോളെ. അതുകൊണ്ട് പൊന്നുമോളെ, ഈ മുത്തുമാല നിന്റെ കയ്യിലിരിക്കട്ടെ, ഈ മുത്തുമാല നിന്റെ കയ്യിലിരിക്കട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ മാല പിൽക്കാലത്ത് കൊടുത്തത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോട്ടെ പൗവലിൽ മഹദി ഫാത്തിമ എന്ന ചരിത്രം ഞാൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എവിടെയോ ഉള്ള ഫക്കീറായ പാവപ്പെട്ടവൻ തന്റെ വീടിന്റെ മുമ്പ് വന്ന് കൈ നീട്ടിയപ്പോ തന്റെ ഉമ്മ തന്ന മുത്തുമാല പോലും ആ സ്നേഹം ഹൃദയത്തിൽ വെച്ചിട്ട് ഒരു പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് എടുത്തു വെച്ച് കൊടുത്തത് ഉമ്മ പഠിപ്പിച്ചതാണ്. ഖദീജ ഉമ്മ പഠിപ്പിച്ചതാണ്. മാണിക്കോട്ട ഉമ്മ, മക്കളെ സ്വറക്കത ഇത് പഠിപ്പിക്കണേ ഉമ്മ, മക്കളെ സ്വറക്കത ഇത് പഠിപ്പിക്കണേ ഉമ്മ. മക്കൾക്ക് നിങ്ങളൊരു പാഠപുസ്തകമാവണേ ഉമ്മ, ആ മക്കൾക്ക് നിങ്ങളൊരു പാഠപുസ്തകമാകണേ ഉമ്മ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞു പോയപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മനസ്സ് വല്ലാണ്ടാവുകയാണ്. ഉമ്മു അബീഹ എന്ന പേര് കിട്ടിയത് എപ്പോഴാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉമ്മു അബീഹ എന്ന് പറഞ്ഞാൽ വാപ്പാടെ ഉമ്മ, വാപ്പാടെ ഉമ്മ എന്ന പേര് ഫാത്തിമ റളിയല്ലാഹു അൻഹ കിട്ടി എന്ന് പറഞ്ഞാൽ ഖദീജ റളിയല്ലാഹു അൻഹ കൊടുക്കുന്ന പരിചരണം പിന്നെ ആര് കൊടുക്കാൻ തുടങ്ങി? ഫാത്തിമ റളിയല്ലാഹു അൻഹ.